എല്ലാവിധ ലാബ് ടെസ്റ്റുകൾക്കും MHL സ്മാർട്ട് ലാബ്സ്, ദുബായ് റോഡ്, എറിയാട്, ബഹദൂർ മാൾ, കാര ആൻഡ് മാനുസ് പ്രോപ്പർട്ടീസ്, അസ്മാബി കോളേജ്. കൊടുങ്ങല്ലൂരും കയ്പമംഗലത്തും കനത്ത പോളിംഗ്. വോട്ടെടുപ്പ് സൗഹാർദ്ദപരം, സമാധാനപരം. വോട്ടിംഗ് യന്ത്രം തകരാറിലായി, മോക്ക് പോൾ വൈകി, പോളിംഗ് തുടങ്ങാൻ വൈകി തുടങ്ങിയ സ്ഥിരം പരാതികളൊന്നും ഇത്തവണ കാര്യമായി ഉയർന്നില്ല. പോളിംഗ് സ്റ്റേഷനു മുന്നിൽ മുന്നണി പ്രവർത്തകർ തമ്മിലുണ്ടാകാറുള്ള പോർവിളികളും തർക്കങ്ങളും എവിടെയും കേട്ടില്ല. തികച്ചും സമാധാനപരവും സൗഹാർദ്ദപരവുമായിരുന്നു കൊടുങ്ങല്ലൂർ നഗരസഭ 46 വാർഡുകളിലെ ബൂത്തുകളിലെയും കയ്പമംഗലം മണ്ഡലങ്ങളിലെ ബൂത്തുകളിലെയും വോട്ടെടുപ്പ്. രാവിലെ 7-ന് വോട്ടെടുപ്പ് ആരംഭിച്ചപ്പോൾ തന്നെ മിക്ക ബൂത്തുകളിലും തിരക്കുണ്ടായിരുന്നു. തീരദേശ പഞ്ചായത്തുകളായ എറിയാട്, എടവിലങ്ങ്, ശ്രീനാരായണപുരം, മതിലകം പഞ്ചായത്തുകളിലെ ചില ബൂത്തുകളിൽ രാവിലെ മുതൽ വലിയ തിരക്കൊന്നും അനുഭവപ്പെട്ടില്ല. ചില ബൂത്തുകളിൽ തിരക്കുണ്ടായിരുന്നു. നഗരസഭാ പ്രദേശത്ത് പൊതുവെ നല്ല പോളിംഗ് ആയിരുന്നു. കയ്പമംഗലം MLA ET ടൈസൺ മാസ്റ്റർ കാര സെയിന്റ് ആൽബന സ്കൂളിലും VR സുനിൽകുമാർ MLA കൊടുങ്ങല്ലൂർ നഗരസഭയിലെ നീലക്കമ്പാറ വാർഡിൽ TDP സ്കൂളിലും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. കോട്ടപ്പുറം ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ ഉച്ചയോടെ ആനാപ്പുഴ KP കറുപ്പൻ മെമ്മോറിയൽ ഗവൺമെന്റ് UP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. സംവിധായകൻ കമൽ കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 2-ാം വാർഡിൽ JTSലും വോട്ട് രേഖപ്പെടുത്തി. CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ ചാപ്പാറ ITC 12-ാം വാർഡിൽ കുടുംബത്തോടൊപ്പം വോട്ട് രേഖപ്പെടുത്തി. കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ ചിലയിടങ്ങളിൽ വോട്ടിംഗ് മെഷീനിൽ സാങ്കേതിക തകരാറുകൾ ഉണ്ടായിട്ടുണ്ട്. മതിലകം പഞ്ചായത്തിലെ കളരിപ്പറമ്പ് UP സ്കൂളിൽ വോട്ടെടുപ്പ് ആരംഭിച്ച ശേഷം മെഷീൻ തകരാറിലായി. അപ്പോൾ തന്നെ പരിഹരിച്ച് വോട്ടെടുപ്പ് പുനരാരംഭിച്ചു. മതിലകം അൽനൂർ മദ്രസയിലെ ബൂത്തിലും വോട്ടിംഗ് മെഷീൻ തകരാറിലായി. കയ്പമംഗലം പഞ്ചായത്തിലെ കൂരിക്കുഴി പഞ്ഞമ്പള്ളിയിലും മോക്ക് വോട്ടെടുപ്പിൽ മെഷീൻ തകരാറിലായിരുന്നു. ഇത് പരിഹരിച്ചു. ശ്രീനാരായണപുരം പഞ്ചായത്തിലെ വേക്കോട് ശ്രീസായി വിദ്യാഭവനിലും മെഷീൻ തകരാറുണ്ടായിരുന്നു. ഇതും പരിഹരിച്ചു. കയ്പമംഗലം പഞ്ചായത്തിലെ 17-ാം വാർഡിൽ 1-ാം ബൂത്തിൽ വോട്ടിംഗ് മെഷീനിൽ തകരാറ് സംഭവിച്ചിരുന്നു. 139 വോട്ട് രേഖപ്പെടുത്തിയ ശേഷമാണ് തകരാറുണ്ടായത്. ഇതിനു മുമ്പ് 2 തവണയും മെഷീൻ തകരാറ് ഉണ്ടായിരുന്നെങ്കിലും ഇത് പരിഹരിച്ച് വോട്ടിംഗ് നടത്തിയിരുന്നു. എന്നാൽ 3-ാമതും മെഷീൻ തകരാറായതോടെ മെഷീൻ മാറ്റി സ്ഥാപിച്ച് പ്രശ്നം പരിഹരിക്കുകയാണുണ്ടായത്. ബാലറ്റ് യൂണിറ്റും കൺട്രോൾ യൂണിറ്റും സീൽ ചെയ്ത് പുതിയത് സ്ഥാപിക്കുകയായിരുന്നു. ഒരാൾ 2 വോട്ട് ചെയ്തു എന്ന പരാതിയെ തുടർന്ന് ചന്ദ്രാപ്പിന്നി ചാമക്കാലയിൽ വോട്ടെടുപ്പ് നിർത്തിവെച്ചു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിലെ 12-ാം വാർഡ് ചാമക്കാല ഗവൺമെന്റ് മാപ്പിള സ്കൂളിലെ 1-ാം നമ്പർ ബൂത്തിലാണ് വോട്ടിംഗ് തടസ്സപ്പെട്ടത്. ഒടുവിൽ റിട്ടേണിംഗ് ഓഫീസർ സ്ഥലത്തെത്തി പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. 246 പേരാണ് വോട്ട് ചെയ്തത്. എന്നാൽ മെഷീനിൽ 247 വോട്ടാണ് കാണിച്ചത്. അവസാനം വോട്ട് ചെയ്ത ആൾ ബീപ് ശബ്ദം വന്നില്ല എന്ന് പറഞ്ഞ് പരാതി ഉന്നയിച്ചതിനാൽ ഇയാൾക്ക് 2-ാമതും വോട്ട് ചെയ്യാൻ അനുവാദം നൽകിയതാണ് കുഴപ്പമായത്. ഇയാളുടെ 2 വോട്ടും മെഷീനിൽ രേഖപ്പെട്ടിരുന്നു. പരാതി ഉയർന്നതോടെ 3/4 മണിക്കൂറോളം വോട്ടിംഗ് നിർത്തിവെച്ചു. ഒടുവിൽ